നീരജ് ചോപ്ര മെഡൽ ഒന്നും നേടാതെ പുറത്തായി. 8ാം സ്ഥാനത്താണ് നീരജ് എത്തിയത്. അതേസമയം ഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യയുടെ മറ്റൊരു താരം സച്ചിൻ യാദവ് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. യോഗ്യതാ റൗണ്ട് 1-ൽ 86.27 മീറ്റർ ദൂരം താണ്ടി 2ാം സ്ഥാനത്ത് എത്തിയതോടെ ആയിരുന്നു സച്ചിൻ കായിക പ്രേമികളുടെ കയ്യടി നേടിയത്. ആദ്യ റൗണ്ടിൽ 86.27 മീറ്റർ ദൂരം എറിഞ്ഞ സച്ചിന് 2ാം സ്ഥാനത്ത് എത്തിയെങ്കിലും പിന്നീട് മികച്ച പ്രകടനം മറ്റുള്ളവർ കാഴ്ചവെച്ചതോടുകൂടിയാണ് 4ാം സ്ഥാനത്തേക്ക് എത്തിയത്. നിലവിലെ ചാമ്പ്യന്മാരായ നീരജ് ചോപ്രയുടെയും അർഷദ് നദീമിൻ്റെയും പ്രകടനങ്ങളെ മറികടക്കുന്ന പ്രകടനം ആയിരുന്നു സച്ചിൻ്റേത്. ഉത്തർപ്രദേശിലെ ഖാഗ്ര ഗ്രാമത്തിൽ ജനിച്ച സച്ചിൻ യാദവിന് ക്രിക്കറ്റർ ആകണം എന്നതായിരുന്നു ആഗ്രഹം. ധോണിയും ബുംറയുമാണ് ഇഷ്ടതാരങ്ങൾ. അതേസമയം കളിക്കളത്തിലെ തൻ്റെ മിന്നുന്ന പ്രകടനത്തേക്കാൾ ജാവലിനിൽ ആണ് സച്ചിന് ശോഭിക്കാൻ കഴിയുക എന്ന് മറ്റൊരു സഹതാരം ആണ് കണ്ടെത്തിയത്. അങ്ങനെയാണ് ജാവലിനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. സച്ചിൻ യാദവ് എന്ന താരം ലോക കായിക ഭൂപടത്തിൽ 1ാം സ്ഥാനത്ത് എത്തുന്നതിനായി. ന്യൂസ് അറ്റ് 9 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. നിർണായക പ്രതിരോധ കരാർ ഒപ്പുവെച്ച സൗദിയും പാകിസ്ഥാനും. ഏതെങ്കിലും രാജ്യത്തെ ആക്രമിച്ചാൽ സംയുക്ത പ്രതിരോധത്തിന് ധാരണ. കരാറിന്റെ പ്രത്യാഘാതം പരിശോധിക്കുന്നുവെന്ന് ഇന്ത്യ. ആരെയും ലക്ഷ്യമിട്ടുള്ള കരാറല്ല എന്ന് സൗദി. ശവപ്പറമ്പായി ഗാസ. ശക്തമായ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. കുട്ടികളുടെ ആശുപത്രി ഭാഗികമായി തകർത്തു. മരണസംഖ്യ 65,000 കടന്നു. അപലപിച്ച് ഐക്യരാഷ്ട്രസഭ. പലിശ നിരക്ക് 1% കുറച്ച് US ഫെഡറൽ റിസർവ്. നടപടി തൊഴിലില്ലായ്മ വർദ്ധിച്ച സാഹചര്യത്തിൽ രൂപയുടെ മൂല്യം ഉയരുമെന്ന പ്രതീക്ഷ തെറ്റി. 31 പൈസ ഇടിഞ്ഞു. സ്വർണ്ണവില പവന് 400 രൂപ കുറഞ്ഞു. കോൺഗ്രസിന് കിട്ടുന്ന വോട്ടുകൾ കൂട്ടത്തോടെ വെട്ടിമാറ്റിയെന്ന് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിൽക്കുന്നതായും ആക്ഷേപം. The Chief Election Commissioner of India, Gyanesh Kumar, needs to stop protecting the people who are destroying Indian democracy. We have given you 100% bulletproof proof here. It cannot be doubted. You have seen it with your own eyes. വോട്ട് ചോരിയിൽ ഹൈഡ്രജൻ ബോംബ് വരാനിരിക്കുന്നതേയുള്ളൂവെന്നും രാഹുലിനെ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. AK ആന്റണിയുടെ വെളിപ്പെടുത്തലിൽ രാഷ്ട്രീയ പോര്. ശിവഗിരിയിൽ നടപ്പാക്കിയത് കോടതി ഉത്തരവെന്ന് സ്വാമി സച്ചിദാനന്ദ. നടന്നത് നരനായാട്ടെന്ന് സ്വാമി ശുഭങ്കാനന്ദ. മുത്തങ്ങിയിൽ അനുഭവിച്ച വേദനയ്ക്ക് മാപ്പില്ലെന്ന് CK ജാലു. കൈയൊഴിഞ്ഞത് ആരൊക്കെയെന്ന് ആന്റണി തുറന്നു പറയണമെന്ന് ഗീതാനന്ദൻ. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടില്ലെന്ന് ആന്റണി. പെട്രോൾ പമ്പുകളിലെ ശുചിമുറി ഉപയോഗത്തിൽ ഉടമകൾക്ക് തിരിച്ചടി. 24 മണിക്കൂറും യാത്രക്കാർക്ക് തുറന്നു നൽകണമെന്ന് ഹൈക്കോടതി. ദേശീയപാത അതോറിറ്റിക്കും വിമർശനം. പാലിയേക്കര ടോൾ പിരിവിന് സ്റ്റേ തുടരും. തുടർച്ചയായ 3ാം ദിവസവും നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിൽ ചർച്ച. വിലക്കയറ്റം തടയാൻ സർക്കാർ ഇടപെടുന്നില്ലെന്ന് പ്രതിപക്ഷം. ഫലപ്രദമായി വിപണി ഇടപെടൽ നടത്തിയ കാലമെന്ന് മന്ത്രി GR അനിൽ. KSU നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ നീരജ് ചോപ്രയ്ക്ക് നിരാശ. ജാവലിൻ ഫൈനലിൽ നീരജ് 8ാമത്, സച്ചിൻ യാദവ് 4ാമത്. 6.5 फीट लंबे हैं सचिन. उम्मीदें बहुत हैं आपसे. क्या बात है सचिन यादव. രണ്ടര വർഷത്തിന് ശേഷം ലോക റാങ്കിങ്ങിലെ 1ാം സ്ഥാനത്ത് നിന്ന് അർജന്റീന പുറത്ത്. തള്ളപ്പെട്ടത് 3ാം സ്ഥാനത്തേക്ക്. സ്പെയിൻ 1ാമത്, ഫ്രാൻസ് 2ാമത്, ബ്രസീൽ 6ാം സ്ഥാനത്ത്.
ന്യൂസ് അറ്റ് 9 ദേശീയ തലത്തിലും ഒപ്പം അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധേയമാകുന്ന ഒരു വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. നിർണായകമായ പ്രതിരോധ കരാർ ഒപ്പുവെച്ച സൗദിയും പാകിസ്ഥാനും. ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ സംയുക്ത പ്രതിരോധത്തിനാണ് ധാരണ. കരാറിന്റെ പ്രത്യാഘാതം പരിശോധിക്കുകയാണ് എന്ന് ഇന്ത്യ വ്യക്തമാക്കി. ദേശീയ താൽപര്യം സംരക്ഷിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വാർത്തയിലേക്ക് കടക്കുമ്പോൾ ആദ്യം പരിശോധിക്കുന്നത് ഉന്നം ഇന്ത്യയോ എന്നാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അഭിലാഷ് ആണ് ചേരുന്നത്. അഭിലാഷ്, നിർണായകമാകുന്ന കരാർ ആണ് പാകിസ്ഥാനും സൗദിയും തമ്മിൽ ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു രാജ്യത്തെ, അതായത് സൗദിയെയോ പാകിസ്ഥാനെയോ ആരാക്രമിച്ചാലും ആ രാജ്യത്തിനെതിരെ ഒരുമിച്ച് നിൽക്കും എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യ ഒരാക്രമണം നടത്തിയിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. തീവ്രവാദ ശക്തികളെ ഇല്ലാതാക്കുന്നതുവരെ ഇത്തരം നടപടികൾ തുടരുമെന്ന് ഇന്ത്യ ആവർത്തിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആക്രമണം ഇന്ത്യ നടത്തിയാൽ പോലും സൗദിക്ക് പാകിസ്ഥാനോടൊപ്പം നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇതിനെ എത്രത്തോളം പ്രധാനപ്പെട്ടതായി കാണുന്നുണ്ട്. ഒപ്പം തീവ്രവാദത്തിന് എപ്പോഴും വെള്ളവും വളവും നൽകുന്ന ഒരു രാജ്യവുമായി ഇത്തരത്തിലൊരു കരാറിൽ ഏർപ്പെടുമ്പോൾ സൗദിയുടെ നീക്കത്തെ ലോകരാഷ്ട്രങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അഭിലാഷ്, ഏറ്റവും നിർണായകമായ ഒരു സമയത്താണ് ഇത്തരത്തിൽ പാകിസ്ഥാനും സൗദിയും തമ്മിൽ ഒരു പ്രതിരോധ കരാറിൽ ഒപ്പുവെക്കുന്നത്. അതായത് നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യം, സൗദിക്കാണെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നൊരു ഭീഷണി ഏത് നിമിഷവും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഖത്തറിലേക്ക് ഒരു വലിയ ആക്രമണം ഉണ്ടായത്. അത്തരത്തിൽ സൗദിക്ക് നേരെയും ഒരുപക്ഷെ ഹമാസിൻ്റെ നേതാക്കൾ സൗദിയിലാണെന്നുള്ള വിവരം ഇസ്രായേലിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇസ്രായേൽ ഒരുപക്ഷെ സൗദിയിലേക്കും ആക്രമണം നടത്തിയേക്കാം. അന്ന് അമേരിക്ക അടക്കം അപലപിച്ച് മാറി നിൽക്കുമെന്നല്ലാതെ ഒരു തരത്തിലുള്ള ഒരു സഹായം കിട്ടണമെന്നില്ല. ഇന്ത്യ ആണെങ്കിൽ പോലും, ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഇന്ത്യയും സൗദിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമുള്ള രാജ്യങ്ങളാണ്. പക്ഷേ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ ഒരു അപലപനീയമായിട്ടുള്ള അല്ലെങ്കിൽ അപലപിച്ചുകൊണ്ടുള്ള ഒരു ഇത്തരത്തിൽ നടക്കാൻ പാടില്ലാത്തതാണ് നടന്നതെന്നുള്ള ഒരു പ്രസ്താവനയ്ക്കപ്പുറം ഇന്ത്യക്കും അതിൽ ഇടപെടാൻ കഴിയില്ല. അപ്പം അതേസമയം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശങ്ങൾ എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങൾക്കെതിരെ ഉണ്ടായ ആക്രമണങ്ങൾ തങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾക്ക് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ തിരിച്ച് തങ്ങളും യുദ്ധത്തിനിറങ്ങി പുറപ്പെടുമെന്നൊക്കെ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തി വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാനും സൗദിയുമായിട്ടുള്ള ഈ കരാർ സൗദിക്ക് ഉപകാരപ്പെടുന്നത്. അതുപോലെ ഇന്ത്യയെ സംബന്ധിച്ചാണ്, അല്ലെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ കഴിഞ്ഞ മാസങ്ങളിലാണ് ഒരു വലിയൊരു സംഘർഷം ഉണ്ടായതും അതുമായി ബന്ധപ്പെട്ട് ബഹാവൽപൂരിലെ മുദ്രിക എന്ന് പറയുന്നൊരു ഭീകര കേന്ദ്രം ഇന്ത്യ തകർത്തതും. അതിനുശേഷം കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത പ്രകാരം അവർ വീണ്ടും ജെയ്ഷെ മുഹമ്മദ് ടെററിസ്റ്റ് ലഷ്കർ ഇ തൊയ്ബെ അവർ വീണ്ടും അവിടെ അവരുടെ മുദ്രിക കേന്ദ്രം കെട്ടിപ്പൊക്കുന്നു. അവിടെ അടുത്ത ഫെബ്രുവരി 5 മുതൽ അവർ ഭീകരാക്രമണം തുടങ്ങാനും അവരുടെ ഭീകര ട്രെയിനിങ് നടത്താനുമൊക്കെയുള്ള പദ്ധതികൾ അവർ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാനും സൗദിയും തമ്മിൽ വീണ്ടും ഒരു വലിയ കരാറിലേക്ക്, അതായത് ഇവർ 1951 മുതൽ പാകിസ്ഥാനും സൗദിയും തമ്മിൽ നല്ല ബന്ധത്തിലാണെങ്കിലും സൗദിയിലെ പട്ടാളക്കാരെ പാകിസ്ഥാനികളാണ് ട്രെയിൻ ചെയ്തെങ്കിലും ഇവർ തമ്മിലുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരു ബന്ധം ഇതിപ്പോഴാണ് ഉണ്ടാകുന്നത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു തലവേദനയാണെന്ന് തന്നെ പറയാം. കാരണം ഇപ്പം ഈ കരാർ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെയോ അല്ലെങ്കിൽ സൗദിയെയോ ഏതെങ്കിലും ഒരു രാജ്യത്തെ മറ്റേതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ അത് ഇരു രാജ്യങ്ങൾക്കും നേരെയുള്ള ഒരു ആക്രമണമായി കണ്ടുകൊണ്ട് ഒരുമിച്ച് പ്രതിരോധിക്കാമെന്നുള്ളതാണ് ഈ കരാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് പാകിസ്ഥാനെ ആക്രമിക്കേണ്ടി വന്നാൽ, ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ചെയ്തതുപോലെ പാകിസ്ഥാൻ്റെ ഏതെങ്കിലും മേഖലയിലേക്ക് അവരുടെ അതിർത്തി കടന്ന് ഇന്ത്യക്ക് ഒരു ആക്രമണം നടത്തേണ്ടി വന്നാൽ ആ ആക്രമണം ഇന്ത്യ സൗദിക്ക് നേരെ നടത്തിയതായിട്ട് കൂടി കാണേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ സൗദിയും പാകിസ്ഥാനും ചേർന്നായിരിക്കും ഇന്ത്യക്ക് നേരെ തിരിച്ചടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ സൗദിയുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണമായിരിക്കില്ല അന്ന് ഇന്ത്യക്ക് നേരെ എടുക്കുക. പക്ഷേ ഇന്ത്യക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കാൻ അന്ന് സൗദിക്ക് കഴിയില്ല. അതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്ത്യയും സൗദിയും എന്ന് പറയുന്നത് ഏറ്റവും അടുപ്പമുള്ള രാജ്യങ്ങളാണ്. സൗദിയിൽ ഒരുപാട് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന സ്ഥലമാണ്, ഒരുപാട് വ്യാപാരങ്ങൾ നടക്കുന്ന രാജ്യമാണ് ഇന്ത്യയും സൗദിയും തമ്മിൽ. അത്തരത്തിലൊക്കെ വലിയ രീതിയിലുള്ള നയതന്ത്ര ബന്ധം നിലനിൽക്കുന്ന രാജ്യം ഒരു നിമിഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഒപ്പം ചേരുന്നു, പാകിസ്ഥാനുമായി വളരെ വലിയ ഒരു നിർണായകമായ കരാറിൽ ഒപ്പുവെക്കുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ്. അത് ഇന്നത്തെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും. വളരെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നടത്തിയിരിക്കുന്നത്. അതായത്
അതായത് ഇത്തരത്തിൽ ഇവർ തമ്മിൽ കരാറുണ്ടായത് നേരത്തെ തന്നെ അറിയുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടുതൽ എന്തൊക്കെയാണ് വിവരങ്ങളെന്ന് കൂടുതൽ പഠിച്ചതിന് ശേഷം മാത്രം പ്രതികരിക്കാം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് ഇന്ത്യ ഈ കരാറിനെ പറ്റിയുള്ള പ്രതികരണം ഒതുക്കിയിരുന്നു. എന്തായാലും ഇപ്പോൾ നമുക്കറിയാം സൗദിയെ സംബന്ധിച്ച് സൗദിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പണമുണ്ട്. പണം അവർക്ക് ഏത് രീതിയിലും ചിലവഴിക്കാനുള്ള സമ്പത്തുണ്ട്. പക്ഷേ അവർക്ക് ആയുധങ്ങളില്ല. അതേസമയം പാകിസ്ഥാനെ സംബന്ധിച്ചാണെങ്കിൽ പാകിസ്ഥാൻ ആയുധങ്ങളുണ്ട്. ആണവ രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ പക്ഷേ പാകിസ്ഥാൻ്റെ കയ്യിൽ പണമില്ല. അപ്പോൾ പണമുള്ള രാജ്യവും ആയുധമുള്ള രാജ്യവും ഒരുമിച്ച് ചേർന്നിട്ട് പരസ്പരം ഇവർ സഹായിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ളൊരു ശക്തിയായി മാറാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവർ തമ്മിൽ എന്തായാലും ഒരുമിച്ച് ചേരാൻ തീരുമാനിച്ചത്. മാത്രമല്ല ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള ത്രെട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ GCC ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിൽ അവരെ കൂടെ അപ്പോൾ അവർക്ക് പാകിസ്ഥാനെയും കൂടെ ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത കൂടെയാണ് ഇപ്പോൾ തെളിയുന്നത്. മാത്രമല്ല കുറച്ച് കാലം മുമ്പുള്ളൊരു ഇൻ്റർവ്യൂവിൽ സൗദി രാജകുമാരൻ പറയുന്നത് ഞങ്ങൾക്ക് യുറേനിയം വേണം, പക്ഷേ അണുവായുധം ഉണ്ടാക്കാനല്ല, പകരം ഓയിൽ റിഫൈനറികളിൽ വെപ്പൺസ് ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾക്ക് നമുക്ക് യുറേനിയം ആവശ്യമുണ്ട് എന്നുള്ള തരത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിൽ യുറേനിയം ഉണ്ട്. പാകിസ്ഥാൻ അത് സൗദിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അണുവായുധം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം അവർക്ക് അവിടെ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ നീക്കങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ നിർണായകമായ ഒരു കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്, വളരെ തലവേദനയാണ്. ഇന്ത്യ ഇതിൽ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നുള്ളത് നമുക്ക് വരും മണിക്കൂറുകളിൽ തന്നെ അറിയാം. തീർച്ചയായും ഇന്ത്യയുടെ ഏറ്റവും മികച്ച പങ്കാളികളിൽ ഒരു രാജ്യം കൂടിയാണ് സൗദി എന്നത്. നിരവധി മലയാളികൾ ഉൾപ്പെടെ അവിടെ ജോലി ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനപ്പുറത്ത് ഊഷ്മളമായ ബന്ധമുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു കരാർ എന്നത്. അത് ഔദ്യോഗികമായ ഒരു കരാറായി മാറുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ആക്രമിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും ഇന്ത്യയെ എതിർക്കാനേ സൗദിക്ക് സാധിക്കൂ എന്നുള്ളിടത്താണ് ഇത് ഗൗരവമായി മാറുന്നത്. ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ അത് യുദ്ധവാർത്തയിലേക്ക് തന്നെയാണ്. ഗാസ കത്തുകയാണ്. ഗാസയിൽ ഇസ്രായേലിന്റെ കരയാക്രമണം തുടരുന്നു. ഇന്ന് മാത്രം 79 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗാസയിൽ നടക്കുന്ന വംശഹത്യയിൽ ഇസ്രായേലിന് അകത്ത് സർക്കാരിനെതിരെ പ്രതിഷേധം കനക്കുന്നുമുണ്ട്. ആക്രമണത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് അമർഷം പ്രകടിപ്പിച്ചു എന്ന റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. വിവരങ്ങളുമായി അഭിലാഷ് തന്നെ തുടരുകയും ചെയ്യുന്നു. അഭിലാഷ്, ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതുവരെ പോരാട്ടം തുടരും, ഗാസയെ ഇല്ലാതാക്കും എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ. ആ നിലയിലുള്ള പോരാട്ടം ഇപ്പോഴും കനക്കുകയുമാണല്ലോ. ഏതെങ്കിലും തരത്തിൽ ഈ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിൻ്റെ സൂചനകൾ ഉണ്ടോ? ഐക്യരാഷ്ട്രസഭയടക്കം അപലപിച്ചു എന്നതിനപ്പുറത്ത് സമ്മർദ്ദം ചെലുത്താൻ സാധിക്കുന്നുണ്ടോ? അഭിലാഷ്, ഒരു തരത്തിലും ഈ കരയാക്രമണത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു സൂചനയും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. എന്നാൽ രാജ്യത്തിനകത്തും ഇസ്രായേലിനകത്തും ഇസ്രായേലിന് പുറത്തും അമേരിക്കയിൽ നിന്നടക്കം വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം ഇസ്രായേലിന് മേലുണ്ടെങ്കിലും അവർ ഒരു തരത്തിലും പിന്മാറുന്ന ഒരു ലക്ഷണമല്ല കാണുന്നത്. കഴിഞ്ഞ ആഴ്ചയിലടക്കം 1300 പേരെയാണ് ഡിറ്റൻഷൻ സെൻറ്ററിലേക്ക് അവർ കൊണ്ടുപോയത്. അവർ ആളുകൾ തടഞ്ഞു വയ്ക്കുകയാണ്. മാത്രമല്ല പട്ടിണി മരണങ്ങൾ, ഏറ്റവും ദുഃഖകരമായ കാര്യം, കുഞ്ഞുങ്ങൾ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു സാഹചര്യം വരെ ഗാസയിലുണ്ട്. എന്നിട്ടും ആളുകൾ എത്രയും വേഗം ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം, വെസ്റ്റ് ബാങ്കിൽ നിന്നടക്കം ആളുകൾ ഒഴിഞ്ഞു പോകണമെന്നാണ് ഇപ്പോഴും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ വരുന്നത്. ഇന്ന് ഒരു ദിവസം മാത്രം 78 പേരോളം കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ 2 ദിവസത്തിൽ 500ഓളം പേർക്ക് പരിക്കേറ്റു. ഇത്തരത്തിൽ ഇതുവരെ കഴിഞ്ഞ ഒക്ടോബർ 7 മുതൽ 2023 ഒക്ടോബർ 7 മുതൽ ഇതുവരെ 65,000-ലധികം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ഒരു 3-4 ദിവസമായി വീണ്ടും കരയാക്രമണത്തിലേക്ക് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇസ്രായേലിനകത്തുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ബന്ദികളുടെ കുടുംബാംഗങ്ങൾ ഇസ്രായേലിൻ്റെ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഹമാസിനെതിരെ അല്ലാതൊരു ആക്രമണം നടത്തുമ്പോൾ അവിടെ പിടിക്കപ്പെട്ടു പോയ അല്ലെങ്കിൽ പിടിയിലാക്കപ്പെട്ട തങ്ങളുടെ ബന്ധുക്കൾ അവരുടെ ജീവൻ നിലനിർത്താനുള്ള ഒരു സാഹചര്യമില്ല. അവർ ഏത് നിമിഷം വേണമെങ്കിലും ഹമാസിൻ്റെ കയ്യിലകപ്പെട്ട് കൊല്ലപ്പെടാമെന്നുള്ള രീതിയിലുള്ള വലിയ സങ്കടങ്ങളാണ് ഇവിടെ നടക്കുന്ന ഈ നെതന്യാഹുവിനോട് അറിയിക്കുന്നത്. പക്ഷേ ആ തരത്തിൽ ബന്ദികളെ തിരിച്ചെത്തിക്കാനുള്ള ഒരു നടപടിക്ക് പകരം അവരെ കൊല്ലാനുള്ള ഒരു നീക്കത്തിലേക്കാണ്
ഇവർ പോകുന്നത്. അപ്പോൾ അതിനെതിരെ നെതന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധം. കഴിഞ്ഞ ദിവസം കോടതിയിലേക്ക് നെതന്യാഹു പോകുന്ന സമയത്ത് കോടതിക്കുള്ളിലേക്ക് ഈ ബന്ധുക്കൾ കയറി നെതന്യാഹുവിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ മറ്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിൽ ഗാസയിലേക്ക് നടത്തുന്ന ഹമാസിനെതിരെ നടത്തുന്ന ആക്രമണങ്ങളിൽ വലിയ രീതിയിൽ പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നെതന്യാഹുവിനെ നേരിട്ട് വിളിച്ച് തന്റെ അമർഷം രേഖപ്പെടുത്തി എന്നുള്ളതാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഇത്തരത്തിൽ കരയാക്രമണങ്ങൾ നടത്തുമ്പോൾ വലിയ രീതിയിൽ ലോകരാജ്യങ്ങൾ തങ്ങൾക്കെതിരെ തിരിയും, ഇനിയും തങ്ങൾക്ക് കയ്യും കെട്ടിയിരുന്നു കൊണ്ട് സഹായിക്കാൻ കഴിയില്ല, തൻ്റെ ഒരു സ്റ്റാൻഡ് മനസ്സിലാക്കണമെന്നൊക്കെ നെതന്യാഹുവിനെ വിളിച്ച് ഡൊണാൾഡ് ട്രംപ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ അമേരിക്കയിലകത്ത് ഒരു പോൾ നടത്തിയ സമയത്ത് ആ പോൾ APNORC എന്ന് പറയുന്ന ഒരു പോൾ നടത്തിയപ്പോൾ അവിടുത്തെ 49% ആളുകളും അമേരിക്കയിലെ ആളുകളും പറയുന്നത് ഇത്തരത്തിൽ ഇപ്പോൾ തന്നെ ഇസ്രായേൽ ഗാസയിൽ അതിര് കടന്നുള്ള യുദ്ധങ്ങളാണ് നടത്തുന്നത്, അത് ഇനിയെങ്കിലും നിർത്തണമെന്നുള്ളതാണ് 49% ആളുകളും അമേരിക്കക്കാർ പറയുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നു. അതുപോലെ UN സംബന്ധിച്ച് ഇതൊരു വംശഹത്യയാണെന്ന് UN നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അവർക്ക് അതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലും അത് വംശഹത്യയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ കാര്യത്തിൽ അത് വംശഹത്യ നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ UK ആ റിപ്പോർട്ട് പഠിച്ചു വരുന്നുണ്ട്, പറയുന്നുണ്ട്. മറ്റ് ലോകരാജ്യങ്ങൾ, അറബ് കൺട്രികൾ എല്ലാം വലിയ രീതിയിൽ ഇസ്രായേലിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഖത്തറിലേക്ക് നടത്തിയ ആക്രമണത്തിലും GCC കൺട്രീസ് ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾക്കെതിരെ എല്ലാം, അതായത് ഖത്തറിനെ നടത്തിയ ആക്രമണം ഖത്തറിലേക്ക് മാത്രമല്ല GCC രാജ്യങ്ങൾ മുഴുവനായിട്ട് നടത്തിയതായിട്ടാണ് അവർ കാണുന്നത്. അതിനനുസരിച്ച് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ എത്തുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഈ ഗാസയിലേക്ക് നടത്തിയ ആക്രമണം അവർ ഒരു തരത്തിലും പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം, പക്ഷേ ലോകരാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. അങ്ങനെ തിരിയുമ്പോൾ പോലും നിലപാടിൽ നിന്ന് മാറ്റമില്ല എന്നുള്ളതാണ് അറിയേണ്ടത്. ഗാസയ്ക്ക് നേരെ വലിയ ആക്രമണം ആണ് അഴിച്ചുവിടുന്നത്. അഭിലാഷിന്റെ റിപ്പോർട്ടിനോടൊപ്പം ഞങ്ങൾ നൽകുന്ന ആ ദൃശ്യങ്ങളിൽ ആക്രമണത്തിൻ്റെ തീവ്രതയും ദൈന്യതയും വ്യക്തമാകുന്നു. ഭക്ഷണം ലഭിക്കാതെ, ആവശ്യത്തിന് വസ്ത്രമില്ലാതെ, പാർപ്പിടങ്ങൾ നഷ്ടപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയുന്ന ജനതയെ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീവ്രവാദ ശക്തികളെ ഉന്മൂലനം ചെയ്യുന്നതിന് എന്ന പേരിലാണ് ഇസ്രായേൽ ഈ ആക്രമണം നടത്തുന്നത്. ഇതിന് വഴിവെച്ചത് ഹമാസ് തന്നെയായിരുന്നു. ഒരു ആക്രമണം അപ്രതീക്ഷിതമായി ഇസ്രായേലിലേക്ക് നടത്തുകയും അങ്ങനെ 1600ഓളം പേർ ഇസ്രായേലിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അതിനുശേഷമായിരുന്നു ഈ രക്തച്ചൊരിച്ചിലിൻ്റെ തുടക്കം. ഇതിനിടെ അമേരിക്കയിൽ നിന്നുള്ളത് ആശ്വാസകരമാകുന്ന ഒന്നാണ്. അമേരിക്കയിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സാധാരണക്കാരായ ആളുകൾ നേരിടുന്ന പശ്ചാത്തലം, തൊഴിലില്ലായ്മ അതിരൂക്ഷമാകുന്ന സാഹചര്യമുണ്ട്. അതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് US ഫെഡറൽ റിസർവ് പ്രധാന പലിശ നിരക്ക് 0.5% കുറച്ചത്. ഈ വർഷം ആദ്യമായാണ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുന്നത് എന്നതാണ് ഇതിൽ ശ്രദ്ധേയം. ഈ വർഷം 2 തവണ കൂടി നിരക്ക് കുറയ്ക്കും എന്നും 2026 ഒരു തവണ കൂടി നിരക്ക് കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുമാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അമേരിക്കയിൽ തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നിരക്ക് കുറയ്ക്കാൻ തീരുമാനിച്ചത് എന്നാണ് ഫെഡറൽ റിസർവ് ചെയർപേഴ്സൺ ജെറോം പവലിൻ്റെ വിശദീകരണം. വാഹനം, വ്യക്തിഗതം, വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വായ്പാ പലിശ, അതോടൊപ്പം തന്നെ ക്രെഡിറ്റ് കാർഡ് പലിശ എന്നിവ കുറയ്ക്കാൻ ഇപ്പോഴത്തെ തീരുമാനം സഹായകരമാകും എന്നാണ് വിലയിരുത്തൽ. എന്തായാലും ഇങ്ങനെ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമ്പോൾ ഡോളറിലേക്കുള്ള നിക്ഷേപം കുറയും എന്ന ആശങ്കയും രാജ്യത്തിനുണ്ട്. ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ച പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ രൂപയുടെ മൂല്യം ഉയരും എന്നാണ് പൊതുവെ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ആ പ്രതീക്ഷകൾ അസ്ഥാനത്താകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് വ്യാപാരം ആരംഭിച്ചപ്പോൾ തന്നെ ഡോളറിനെതിരെയുള്ള രൂപയുടെ മൂല്യം ഇടിയുകയായിരുന്നു. അങ്ങനെ 88.01 അത് എത്തി. 16 പൈസയുടെ നഷ്ടമായിരുന്നു തുടക്കത്തിൽ സംഭവിച്ചത്. 87.93 ആയിരുന്നു വ്യാപാരം ആരംഭിച്ചപ്പോഴുള്ള നില. പിന്നീട് ഇത് ക്രമേണ കുറയുകയും അങ്ങനെ 31 പൈസയുടെ ഇടിവിൽ ഇന്നത്തെ വ്യാപാരം അവസാനിക്കുകയും ചെയ്തു. അതേസമയം സ്വർണ്ണവില കുറഞ്ഞു. പവന് 400 രൂപയും ഗ്രാമിന് 50 രൂപയുമാണ് താഴ്ന്നത്. സ്വർണ്ണത്തിന്മേലുള്ള നിക്ഷേപം വർദ്ധിച്ചേക്കാമെന്ന പൊതുവിലയിരുത്തലുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ സ്വർണ്ണവില ഉയരും എന്നായിരുന്നു പൊതുവെ കണക്കാക്കിയിരുന്നത്. പക്ഷേ അതല്ല സംഭവിച്ചത്. ഇന്ന് ഒരു പവൻ സ്വർണ്ണത്തിന് 81,520 രൂപയാണ് വില. ഗ്രാമിന് 10,190 രൂപയാണ്. വെള്ളി വിലയും ഇന്ന് കുറഞ്ഞു. കിലോയ്ക്ക് 139 രൂപയാണ് ഇന്നത്തെ വിപണി വില. ദേശീയ വാർത്തകൾക്കൊപ്പം സംസ്ഥാന രാഷ്ട്രീയവും പരിശോധിക്കേണ്ടതുണ്ട്. അത് ഇടവേളയ്ക്ക് ശേഷം. Presenting the
Maruti Suzuki Victoris. Got it all. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. Presenting the Maruti Suzuki Victoris. Got it all. ഹൈഡ്രജൻ ബോംബ് പൊട്ടാനിരിക്കുന്നതേയുള്ളൂവെന്ന് രാഹുൽ ഗാന്ധി. സംഘടിതമായ വോട്ടർ പട്ടിക അട്ടിമറിക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ കൂട്ടുനിൽക്കുന്നു എന്ന ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കോൾ സെന്ററുകളിൽ ഇരുന്ന് സംഘടിതമായി വോട്ട് കൂട്ടിച്ചേർക്കുകയും വെട്ടിമാറ്റുകയും ചെയ്യുകയാണ്. ഈ ഫോൺ നമ്പറുകളുടെ IP വിലാസം കർണാടക CID 18 തവണ ചോദിച്ചിട്ടും നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല എന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. That the Chief Election Commissioner of India, Gyanesh Kumar, needs to stop protecting the people who are destroying Indian democracy. We have given you 100% bulletproof proof here. It cannot be doubted. You have seen it with your own eyes. Right? EC has to release this data of these phones, these OTPs, within a week. Otherwise, we will know for sure that Gyanesh Kumar is protecting the people who are destroying and attacking the Constitution. Thank you. ആർ കിരൺ ബാബുവാണ് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നത്. കിരൺ, ഇത്തവണയും ചില തെളിവുകളടക്കം നിരത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയത്. ഗുരുതരമായ ആരോപണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെ ഉന്നയിച്ചത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതെല്ലാം തള്ളുകയുമാണല്ലോ. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഒരു തരത്തിൽ പറഞ്ഞാൽ മുമ്പ് ഉന്നയിച്ചതിനേക്കാളും അതീവ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആരോപണത്തിൻ്റെ ക്രക്സ് ഇതാണ്. ഒരു സ്ഥലത്ത് ഒരു കോൾ സെൻറ്ററിൽ ഇരുന്നു കൊണ്ട് ചില മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട്, അത് ആ സംസ്ഥാനത്ത് തന്നെ ആവണമെന്നില്ല, ആ കോൾ സെൻറ്ററുകളിലെ മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാനും കഴിയുന്നു എന്നാണ് പറഞ്ഞത്. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ 32-42 സെക്കൻഡുകൾക്കുള്ളിൽ 12 വോട്ട് വരെ അങ്ങനെ ചേർക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ സമയം അടക്കമുള്ള തെളിവുകൾ അടക്കമാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരിക്കുന്നത്. അതിന് ഉദാഹരണം
പ്രധാനമായും കർണാടകയിലെ അലന്ത് മണ്ഡലവും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ രജൌര മണ്ഡലവുമാണ് ചൂണ്ടിക്കാണിച്ചത്. കർണാടകയിലെ അലന്ത് മണ്ഡലത്തിൽ 6018 വോട്ടുകളാണ് ഇത്തരത്തിൽ ഒഴിവാക്കിയത്. ഇങ്ങനെ ഈ വോട്ട് ഒഴിവാക്കിയ ചില ആളുകളെയൊക്കെ കാണിച്ചു. ഇവരുടെ പേരിലാണ് വോട്ട് ഒഴിവാക്കിയിരിക്കുന്നത്. അവർ അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ അവർ അപേക്ഷ നൽകുകയോ വോട്ട് ഒഴിവാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവിടുത്തെ ചില BLOമാരുടെ സംശയം തോന്നിയാണ് അദ്ദേഹത്തിന് തന്നെ ഒരു ബന്ധുവിൻ്റെ വോട്ട് ഒഴിവാക്കി താൻ നിർദ്ദേശം കൊടുക്കാതെ താൻ വെരിഫൈ ചെയ്യാതെ എങ്ങനെയാണ് വോട്ട് ഒഴിവാക്കിയെന്ന് സംബന്ധിച്ച പരിശോധനയിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടെത്താനായത് എന്നതുകൂടി പറയുന്നു. മറ്റൊരു മണ്ഡലത്തിൽ, മഹാരാഷ്ട്രയിലെ മണ്ഡലത്തിൽ കാണിച്ചിരിക്കുന്നത് അവിടെയും 6000-ഓളം അംഗങ്ങളുടെ പേര് ചേർത്തിരിക്കുകയാണ്. SAST എന്ന പേരിൽ മാത്രം നിരവധി വോട്ടർമാരെയാണ് ചേർത്തിരിക്കുന്നത്. ഈ വോട്ടെല്ലാം ചേർത്തിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ ചില കോൾ സെന്ററുകളിൽ ഇരുന്നാണ്. ഈ കർണാടകയിൽ ഇതിനെ സംബന്ധിച്ച് കർണാടക CID കേസെടുക്കുകയും ഈ കോൾ സെന്ററുകളുടെ IP അഡ്രസ് അടക്കം ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ 18 തവണയാണ് ഈ IP അഡ്രസ് ആവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയക്കുകയും റിമൈൻഡറുകൾ അയക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ കമ്മീഷൻ ഒരിക്കൽ പോലും മറുപടി പറഞ്ഞില്ല. ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ ഈ IP അഡ്രസ് എവിടെയാണെന്ന് കണ്ടെത്തിയാൽ വളരെ അനായാസം തന്നെ ഈ ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടെത്താൻ കഴിയും. അവിടെയാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് അല്ലെങ്കിൽ ആരോപണങ്ങൾക്ക് ഒരു പടി വിശ്വാസ്യത തോന്നുന്നത്. ഈ IP അഡ്രസ്സുകൾ എവിടെ നിന്നാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഇത് ഒരു സ്ഥലത്ത് നിന്ന് തന്നെ അയച്ചതാണോ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നാണോ ഈ അപേക്ഷകളെല്ലാം അയക്കുന്നതും ഈ നീക്കാനുള്ള അപേക്ഷകൾ അയക്കുന്നതെന്ന് അനായാസം കണ്ടെത്താൻ കഴിയുന്ന ഒന്നാണ്. പക്ഷേ അത് നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റൊരു മറുപടിയാണ് പറഞ്ഞത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു സ്ഥലത്ത് ഇരുന്ന മൊബൈൽ നമ്പറുകൾ വഴി ആർക്കെങ്കിലും വോട്ടർ പട്ടികയിലേക്ക് ആളിനെ ചേർക്കാനോ വോട്ടർ പട്ടികയിൽ നിന്ന് ആളിനെ ഒഴിവാക്കാനോ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നാണ് പറഞ്ഞത്. BJPയുടെ പ്രധാനപ്പെട്ട ആരോപണം കേന്ദ്ര സർക്കാരിൻ്റെ അടക്കമുള്ള മറുപടി എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോംബ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പൊട്ടാഷ് പോലും പൊട്ടിക്കാൻ രാഹുൽ ഗാന്ധി കഴിയുന്നില്ല. നിരന്തരം ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാൻ വേണ്ടി വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്നാണ് പറഞ്ഞത്. അപ്പോഴും രാഹുൽ ഗാന്ധി പറഞ്ഞ ചോദ്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. ഈ ആളുകൾ അറിയാതെ എങ്ങനെയാണ്, ഒരാൾ അറിയാതെ എങ്ങനെയാണ് അയാളുടെ പേരിൽ നിരവധി വോട്ടുകൾ ഒഴിവാക്കുന്നതും അവർ അറിയാതെ എങ്ങനെയാണ് ഒരേ പേരിൽ തന്നെ അല്ലെങ്കിൽ ഒരു കൃത്യമായ പേര് പോലും ഇല്ലാതെ അക്ഷരങ്ങൾ ചേർത്തുകൊണ്ട് പലരുടെയും പേരുകൾ വിലാസത്തിലടക്കം വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുന്നത് എന്നുള്ള ചോദ്യം. അതിന് 1,000 6,000 ആയാലും അത് സ്വാഭാവികമായും അങ്ങനെ ഉയരുന്നൊരു ചോദ്യമുണ്ട്. അതിന് കൃത്യമായ മറുപടി നേരത്തെയും ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുമില്ല. ഒട്ടുചോരി വിവാദത്തിൽ വിടാതെ പിന്തുടരുന്നുണ്ട് രാഹുൽ ഗാന്ധി. അതേസമയം കേരള രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ പിണറായി വിജയന് മറുപടിയുമായി AK ആന്റണി കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം നടത്തിയിരുന്നു. ദീർഘകാലത്തിന് ശേഷമായിരുന്നു മാധ്യമങ്ങളെ കണ്ടത്. ആന്റണി പറഞ്ഞിട്ടും തീരുന്നില്ല പോര്. മുഖ്യമന്ത്രിയും AK ആന്റണിയും തമ്മിലുള്ള വാക്പോര് രാഷ്ട്രീയ വിവാദമാകുന്നു. ആന്റണിയെ പ്രതിരോധിക്കുന്നതിൽ കോൺഗ്രസ് നേതാക്കൾ പരാജയപ്പെട്ടു എന്ന വ്യാഖ്യാനം വന്നതോടെ വിശദീകരണവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. AK ആന്റണിയെക്കുറിച്ച് പറഞ്ഞ പരാമർശങ്ങൾ സഭയെ ചർച്ച ചെയ്യണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. 2 ജുഡീഷ്യൽ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു. ജുഡീഷ്യൽ കമ്മീഷനെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഞങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ പറയേണ്ടി വരും. AK ആന്റണി ചില ഭാഗങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഈ നിയമസഭ അംഗീകരിച്ച, ക്യാബിനറ്റ് അംഗീകരിച്ച ജുഡീഷ്യൽ കമ്മീഷനെ കുറിച്ചാണ് ചർച്ചയെങ്കിൽ ആ ചർച്ചയിൽ ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ആ കമ്മീഷൻ റിപ്പോർട്ട് കൂടി വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അതിനു പകരം ഭാഗികമായി 2 വാക്കുകൾ പറഞ്ഞ് വീണ്ടും AK ആന്റണിയെ കുത്താൻ ശ്രമിച്ചാൽ ഒരിക്കലും അത് സമ്മതിക്കാൻ പറ്റില്ല. തിരുവഞ്ചൂർ കുറ്റബോധം കൊണ്ടാകും ആന്റണിയെക്കുറിച്ച് പറയുന്നത് എന്നായിരുന്നു മന്ത്രി P രാജീവിന്റെ മറുപടി. ഉന്നയിച്ച കാര്യത്തെക്കുറിച്ചാണ് ബഹുമാനായ ശ്രീ തിരുവഞ്ചൂർ പറഞ്ഞത്. അതൊരു കുറ്റബോധം പറഞ്ഞതായിരിക്കും. ശ്രീ AK ആന്റണി പറഞ്ഞല്ലോ, എന്നെ പ്രതിരോധിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ദീർഘകാലത്തെ മൗനം വെടിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായില്ലേ? കാര്യങ്ങൾ വ്യക്തമായി അറിയുന്നത് ആന്റണിക്കായതുകൊണ്ടാണ് അദ്ദേഹം തന്നെ മറുപടി നൽകിയത് എന്നുള്ളതായിരുന്നു മുരളീധരന്റെ പ്രതികരണം. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെക്കുറിച്ച് പ്രതിപാദിച്ചപ്പോൾ ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിമാരിൽ ജീവിച്ചിരിക്കുന്ന അദ്ദേഹമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിനെക്കുറിച്ച് നടത്തിയ വിമർശനങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞു. അതല്ലാതെ നിയമസഭയിൽ ആരും പ്രതിരോധിക്കാനില്ലാത്തതുകൊണ്ടല്ല. അദ്ദേഹത്തിനാണല്ലോ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് അറിയുക. കാരണം നിലവിലുള്ള അതിക്രമങ്ങളെക്കുറിച്ചാണ് അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. ആ സമയത്താണ് അവിചാരിതമായിട്ട് മുത്തങ്ങ സംഭവങ്ങളും അതുപോലെ തന്നെ ശിവഗിരി സംഭവമൊക്കെ പ്രതിപാദിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനത്ര വലിയ പ്രാധാന്യമൊന്നും നമ്മൾ കൊടുത്തിരുന്നില്ല. ഒരു യാഥാർത്ഥ്യമാണ്. കാരണം അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. പക്ഷേ മിനിഞ്ഞാന്നത് മുഖ്യമന്ത്രി ആവർത്തിച്ച സ്ഥിതിക്ക് ഇന്നലെ AK ആന്റണി മറുപടി പറഞ്ഞു. ഡാൻ കുര്യന്റെ വിശദമായ റിപ്പോർട്ടിലേക്ക്.
പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുന്നതിനിടയിൽ ആന്റണി സർക്കാരിന്റെ കാലത്ത് മുത്തങ്ങ വെടിവയ്പും അതോടൊപ്പം ശിവഗിരിയിൽ നടന്ന പോലീസ് ഇടപെടലും അടക്കം വിമർശനമായി ഉന്നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടി നൽകാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകാതിരിക്കുകയും അതിന് പിന്നാലെ AK ആന്റണി തന്നെ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ച് ഇതിൽ വിശദീകരണം നൽകുകയും ചെയ്തതോടെയാണ് കോൺഗ്രസ് ക്യാമ്പിൽ ആന്റണി വാർത്താ സമ്മേളനം വിളിച്ചതിനെ അനുകൂലിച്ചും അത് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച കൊണ്ടാണ് എന്ന തരത്തിൽ വിമർശനം ഉന്നയിച്ചും മറുവിഭാഗം നേതാക്കളും രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം ബഹുഭൂരിപക്ഷം നേതാക്കളും ആന്റണി വാർത്താ സമ്മേളനം വിളിച്ചതോടെ കോൺഗ്രസ് ക്യാമ്പിന് അത് ആവേശം പകർന്നെന്നും തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങുന്ന പാർട്ടിക്ക് ആന്റണിയുടെ സജീവമായ സാന്നിധ്യം ഊർജ്ജം പകരുമെന്നുമുള്ള വിലയിരുത്തലാണ്. അതേസമയം ഇതിനെ എതിർക്കുന്നവർ സഭയിൽ ഇത്രയധികം നേതാക്കന്മാർ ഉണ്ടായിരുന്നിട്ടും AK ആന്റണിയെ പോലെ ഒരു മുതിർന്ന നേതാവിനെതിരെ ഇങ്ങനെ പരോക്ഷമായി മുഖ്യമന്ത്രി വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും അതിൽ കൃത്യമായി മറുപടി നൽകാൻ സഭയ്ക്കകത്തോ പുറത്തോ തയ്യാറാകാതിരുന്നത് വീഴ്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് 85-കാരനായ ആന്റണിക്ക് നേരിട്ട് വാർത്താ സമ്മേളനം വിളിച്ച് അതിൽ വിശദീകരണം നൽകേണ്ട ഒരു അവസ്ഥയുണ്ടായത് എന്ന വിമർശനമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും AK ആന്റണി ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ താൻ റിട്ടയർമെന്റിലേക്കൊന്നും കടന്നിട്ടില്ല, താൻ സജീവമല്ലായിരുന്നു എന്നേ ഉള്ളൂ, പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കില്ല എന്നൊരു സൂചന നൽകുന്ന തരത്തിലേക്ക് ഇന്നലത്തെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം മാറിയിട്ടുണ്ട്. മാത്രവുമല്ല, കേരളത്തിൽ നിലവിൽ ഒരു മാസ് ലീഡറുടെ അഭാവം ഉണ്ട് എന്ന ഒരു പൊതുവിലയിരുത്തൽ നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിനുണ്ട്. കാരണം സർവസമ്മതനായ ഒരു നേതാവാണ് AK ആന്റണി. അങ്ങനെ ഒരാൾ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന പാർട്ടിയിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴും മറ്റ് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും അതിനെയെല്ലാം ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാൻ, പ്രവർത്തകരെയും നേതാക്കളെ ഒറ്റക്കെട്ടായി നയിക്കാൻ AK ആന്റണിയുടെ സജീവമായ സാന്നിധ്യത്തിന് കഴിയും എന്ന വിലയിരുത്തൽ നേതൃത്വത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ ആന്റണി തുടക്കമിട്ടിരിക്കുന്നത് ഒരു വാർത്താ സമ്മേളനം എന്നതിന് അപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സജീവമായ ഇടപെടലുകളുടെ ഒരു തുടക്കം കൂടിയായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. തീർച്ചയായും കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ ഇത്തരത്തിലാണ് എങ്കിൽ വിഷയത്തിൽ ആന്റണിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രണ്ട് തട്ടിലായിരുന്നു ശിവഗിരി മഠത്തിന്റെ പ്രതികരണം. സർക്കാർ നടപ്പിലാക്കിയത് കോടതി ഉത്തരവാണ് എന്നും നടപടി അനിവാര്യമായിരുന്നുവെന്നും ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. എന്നാൽ ശിവഗിരിയിൽ നടന്നത് നരനായാട്ടാണ് എന്നും ആന്റണി ഖേദം പ്രകടിപ്പിച്ചാലും അത് മാറില്ല എന്നുമായിരുന്നു ശിവഗിരി മഠത്തിന്റെ ജനറൽ സെക്രട്ടറി ശുഭങ്കാനന്ദയുടെ പ്രതികരണം. 5 ഒക്ടോബർ 11 ശിവഗിരി പോലീസ് ആക്ഷൻ ഉണ്ടായത്. അന്ന് ദൃശ്യമാധ്യമങ്ങളും വാർത്താമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും എല്ലാം പോലീസ് നടപടി നരനായാട്ടാണ് എന്ന് പറയുകയുണ്ടായത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്, ഒരു നരനായാട്ട് തന്നെയായിരുന്നു. പക്ഷേ 2001 ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി വരികയും ആദ്യമേ അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. എത്ര ഖേദം പ്രകടിപ്പിച്ചാലും ശിവഗിരിയിൽ നടന്ന ശിവഗിരിക്കേറ്റ മുറിവ്, ഗുരുദേവ വിശ്വാസികൾക്കേറ്റ മുറിവ് ഒരിക്കലും ഉണങ്ങുന്നതല്ല. അത്രമാത്രം ഒരു അതിക്രമമാണ് ഈ ആരാധനാലയത്തോട്, പ്രത്യേകിച്ച് മതേതര കേന്ദ്രത്തോട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയുന്നതല്ല. ശിവഗിരി വിഷയം മാത്രമായിരുന്നില്ല, മുത്തങ്ങി ഉൾപ്പെടെ ആന്റണി പ്രതിപാദിച്ചിരുന്നു. ഭൂമിക്ക് വേണ്ടിയാണ് സമരം നടത്തിയത് എന്നും ഇന്നും ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുമാണ് സമര നേതാവായിരുന്ന CK ജാന് പറയുന്നത്. ഖേദം പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല. ആദിവാസികളുടെ വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും കരാറുണ്ടാക്കിയതും ആന്റണിയാണ് എന്നും ജാന് പറഞ്ഞു. ഞങ്ങള് കൃഷി ചെയ്ത് ജീവിക്കാൻ ആവശ്യമായ ഭൂമിക്ക് വേണ്ടിയാണ് സമരം നടത്തിയത്. ആ പ്രശ്നം ശരിക്കും ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ അങ്ങനെ കിടക്കുവാണ്. അതിനൊരു പരിഹാരമാണ് ശരിക്കും ഞങ്ങൾക്ക് വേണ്ടത്. അത്തരം ഒരു പരിഹാരം കിട്ടുമ്പോ ആദിവാസിയായിട്ടുള്ള ആളുകൾക്ക് ഞങ്ങൾ കഷ്ടപ്പെട്ടാലും വേദന അനുഭവിച്ചാലും ഞങ്ങൾക്ക് ഭൂമി കിട്ടി, ഞങ്ങൾക്ക് ഇനി ഒരു ജീവിതം ഉണ്ടാവും എന്നുള്ളത് അവര് വിചാരിച്ച് അവർ മനസ്സുകൊണ്ട് മാപ്പ് കൊടുക്കുന്ന ഒരു തലത്തിലേക്ക് അവർക്ക് വരാൻ സാധിക്കും. അത്തരം ഒരു ഇടപെടൽ നടത്താതെ ഉള്ള ഒരു മാപ്പ് പറച്ചില്, അത് ശരിക്കും ഇത്രയും പീഡനം അനുഭവിച്ച ആളുകളുടെ മുമ്പിൽ മാപ്പ് പറഞ്ഞിട്ട് എന്താണ് ശരിക്കും പ്രയോജനം? അതിനെങ്ങനെയാണ് ശരിക്കും തിരിച്ചു മാപ്പ് കൊണ്ട് ഈ വേദനയുടെ വ്യാപ്തിയെ നമുക്ക് ചുരുക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ശരിക്കും അത് അതുപോലെ തന്നെ നിൽക്കുകയല്ലേ. മുത്തങ്ങയിലെ പോലീസ് നടപടിയുടെ യഥാർത്ഥ ഉത്തരവാദി വനം മന്ത്രിയായിരുന്ന K സുധാകരൻ എന്നാണ് മുത്തങ്ങ സമര നേതാവായിട്ടുള്ള M ഗീതാനന്ദൻ ന്യൂസ് 18നോട് പറഞ്ഞത്. കൈയൊഴിഞ്ഞത് ആരൊക്കെയെന്ന് ആന്റണി തുറന്നു പറയണമെന്നും ഗീതാനന്ദൻ ആവശ്യപ്പെട്ടു. മുത്തങ്ങയിലെ പോലീസ് നടപടിയിൽ കോൺഗ്രസും ഇടതുപക്ഷവും ആദിവാസികളോട് മാപ്പ് പറയണമെന്നും ഗീതാനന്ദൻ പറഞ്ഞു.
എന്തായാലും മുത്തങ്ങ സംഭവത്തിൽ എനിക്ക് ദുഃഖമുണ്ട് എന്ന് കെ ആന്റണി സാർ സംസാരിച്ചത് എന്തായാലും നല്ലൊരു കാര്യം തന്നെ. പക്ഷേ ആ സംഭവത്തെ വെടിവെപ്പിനെയും അതിൻ്റെ ഭീകരതയൊക്കെ മറ്റു രീതിയിൽ ന്യായീകരിക്കാൻ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ ആന്റണി സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസ് നേതാക്കളും UDF-ഉം ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ പൊതുവിൽ കേരളത്തിലെ രാഷ്ട്രീയ സമൂഹം മുത്തങ്ങയിലെ ആദിവാസികളോട് പൊതുമാപ്പ് പറയേണ്ടതാണ്. അത്ര ചരിത്രവിരുദ്ധവും ഭീകരവുമായ ഒരു നരവേട്ടയാണ് 2003, 17, 18, 19 ദിവസങ്ങളിലും തുടർന്നും വയനാട്ടിൽ നടന്നത്. ഇടിമുറി വാർത്തകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഇപ്പോൾ ഈ പോലീസ് അതിക്രമങ്ങൾ ചർച്ചയായത്. അങ്ങനെയാണ് AK ആന്റണി വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തത്. പക്ഷേ സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങൾക്കെതിരെ പ്രതിപക്ഷ പാർട്ടികളുടെയും യുവജന വിദ്യാർത്ഥി സംഘടനകളുടെയും പ്രതിഷേധങ്ങൾ കനക്കുകയാണ്. ഇന്ന് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ KSUവിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടന്നു. ആ മാർച്ച് സംഘർഷമുണ്ടായി. പോലീസിന് നേരെ പ്രവർത്തകർ കല്ലുകളും കമ്പുകളും വലിച്ചെറിഞ്ഞു. നിയമസഭാ മാർച്ചിന് ശേഷം KSU പ്രവർത്തകർ അപ്രതീക്ഷിതമായി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു. ഈ വിവരം പോലീസിന് മുൻകൂട്ടി ലഭിച്ചിരുന്നില്ല. 2 വാഹനങ്ങളിലായി എത്തിയ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന്റെ ബാരിക്കേഡുകൾ ചാടിക്കടക്കാനും ശ്രമിച്ചു. കേരളത്തിലുടനീളം നടക്കുന്ന പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് KSU സംസ്ഥാന കമ്മിറ്റി ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് ആരംഭിച്ചത്. തുടക്കം തൊട്ട് തന്നെ അക്രമാസക്തമായിരുന്നു പ്രവർത്തകർ. പോലീസിന് നേരെ ചീമുട്ട എറിഞ്ഞുകൊണ്ടായിരുന്നു സമരം ആരംഭിച്ചത് തന്നെ. തുടർന്ന് കല്ലേറും വടികളും അടക്കം പോലീസിന് നേരെ അവർ പ്രയോഗിച്ചു. ഇതിനൊപ്പം പോലീസിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കി. ഇതിനുശേഷമാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പതിനഞ്ച് തവണയിലധികം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനിടയിലാണ് K മുരളീധരൻ രംഗത്ത് നിന്നത്. പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ച K മുരളീധരൻ ആഭ്യന്തര വകുപ്പിനെയും സർക്കാരിനെയും നിശിതമായി വിമർശിച്ചു. ഇന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 2 കാലിൽ നടന്നു പോകുന്നവര് തിരിച്ചു വരുന്നത് മൂക്കിൽ പഞ്ഞിയും വെച്ചിട്ടാണ്. ആ അവസ്ഥയിലേക്ക് പോലീസ് മർദ്ദനവും പോലീസിന്റെ സ്റ്റേഷൻ മർദ്ദനവും കാരണം ഒരുപാട് നിരപരാധികൾ കേരളത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ 9.5 വർഷത്തിനുള്ളിൽ. ലോക കമ്മ്യൂണിസത്തിന് തന്നെ അപമാനകരമായി മാറിയിരിക്കുകയാണ് ശ്രീ പിണറായി വിജയൻ. ഇനി എത്ര അയ്യപ്പ സംഗമം നിങ്ങൾ നടത്തിയാലും നിങ്ങൾ ചെയ്ത പാവങ്ങൾക്ക് ദൈവം നിങ്ങൾക്ക് മാപ്പ് തരില്ല. K മുരളീധരൻ ഉദ്ഘാടന പ്രസംഗം നടത്തി സ്ഥലം വിട്ടതിന് ശേഷം പ്രവർത്തകർ കൂടുതൽ പ്രകോപനപരമായിരുന്നു പോലീസിന് നേരിട്ടത്. ചീമുട്ടയേറും കല്ലേറും മറ്റ് ഫ്ലക്സുകളും മറ്റും കീറിയുള്ള മരക്കഷ്ണമടക്കം പോലീസിന് നേരെ അവർ പ്രയോഗിച്ചു. കൂടുതൽ പ്രകോപനമുണ്ടായെങ്കിലും പോലീസ് വളരെ കൃത്യമായി സംയമനം പാലിച്ചിരുന്നു. 15 തവണയിലധികം പോലീസുകാർ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് മറികടന്ന് നിയമസഭയ്ക്ക് സമീപമെത്താനുള്ള ശ്രമം നടക്കാതെയായപ്പോൾ പ്രവർത്തകർ ഇവിടെ നിന്നും മാർച്ചായി സെക്രട്ടേറിയറ്റിന് സമീപത്തേക്ക് എത്തുകയായിരുന്നു. സമരഗേറ്റിന് മുൻപിൽ അവർ പ്രതിഷേധിച്ചു. തുടർന്നാണ് പല വഴി സെക്രട്ടേറിയറ്റിന് അകത്തേക്ക് കയറാനുള്ള ശ്രമം നടന്നത്. പോലീസുകാർ ഇത് തടഞ്ഞതോടെ പോലീസുകാരുമായി ഉന്തും തള്ളും നടന്നു. ഇതിനുശേഷമാണ് പ്രവർത്തകരെ ബലമായി ഇവിടെ നിന്നും മാറ്റിയത്. മുഴുവൻ പ്രവർത്തകരെയും സെക്രട്ടേറിയറ്റിന് സമീപത്തു നിന്നും പോലീസുകാർ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. KSUയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പോലീസ് അതിക്രമത്തിനെതിരെ കൂടുതൽ പ്രക്ഷോഭങ്ങൾ സംസ്ഥാനത്തുടനീളം പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ആണ് പ്രതിഷേധം, അതായത് ഇടിമുറി ഭരണത്തിനെതിരെ തുടരുന്നത് എങ്കിൽ പ്രതിപക്ഷം തുടർച്ചയായി വിഷയങ്ങൾ സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ ഇന്ന് അവതരിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നത് വിലക്കയറ്റം തടയുന്നതിലും വിപണി ഇടപെടലിലും സർക്കാർ പൂർണ്ണ പരാജയമെന്ന ആരോപണം ആണ്. ഓണക്കാലത്ത് പോലും വിപണി ഇടപെടൽ കാര്യക്ഷമമായിരുന്നില്ല എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഫലപ്രദമായി വിപണി ഇടപെടൽ നടത്തിയ വർഷമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ സമ്മതിച്ചു എന്നുള്ളതായിരുന്നു മന്ത്രി GR അനിലിൻ്റെ മറുപടി. തുടർച്ചയായി 3-ാം ദിവസമാണ് സഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന റൂൾ 15 നോട്ടീസ് ചർച്ചയ്ക്കെടുത്തത്. നിയമസഭയിൽ തുടർച്ചയായി 3-ാം ദിവസവും അടിയന്തര പ്രമേയത്തിൽ ചർച്ച. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന വിലക്കയറ്റത്തിൽ സഭ നിർത്തിവെച്ച് 2 മണിക്കൂർ ചർച്ച ചെയ്തു. പ്രതിപക്ഷ MLA ആയ PC വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. നോട്ടീസ് നൽകിയപ്പോൾ മന്ത്രി പരിഹസിച്ചുവെന്ന് PC വിഷ്ണുനാഥ് MLA പറഞ്ഞു.
വെളിച്ചെണ്ണ വിലക്കയറ്റം അതിരൂക്ഷമാണ്. പപ്പടത്തിന് വെളിച്ചെണ്ണയിലേക്ക് എത്താൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. സപ്ലൈകോ അടക്കം എല്ലാ സംവിധാനങ്ങളും പരാജയമാണെന്നും നോട്ടീസിൽ. വിലക്കയറ്റം തടയാൻ സർക്കാർ അന്തർശീയ വിലക്കയറ്റ വിരുദ്ധ കോൺക്ലേവ് നടത്തുകയാണ് നല്ലതെന്നും PC വിഷ്ണുനാഥ് പറഞ്ഞു. മട്ടാരി ലൂസ് 2 മാസം മുമ്പ് 53 രൂപയായിരുന്നു. 2 മാസം കൊണ്ട് അത് 56 സാർ. വട്ടൽ മുളകിന് 2 മാസം മുമ്പ് പൊതുവിപണിയിൽ 170 രൂപയായിരുന്നു. 2 മാസത്തിന് ശേഷം 185 രൂപയാണ് സാർ. 2 മാസം കൊണ്ട് 15 രൂപയാണ് കൂടുന്നത്. പൊതുവിപണിയിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പൊതുവിപണിയിലെ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ അത് തടയാനുള്ള സപ്ലൈകോ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പോലെയുള്ള സംവിധാനങ്ങളെ നമ്മൾ ശക്തിപ്പെടുത്തുന്നില്ല. അങ്ങനെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. എന്ത് സംഭവിച്ചു പ്രതിപക്ഷത്തിന് എന്നും വിലക്കയറ്റ വിഷയത്തിലെ നോട്ടീസ് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുവെന്നും മന്ത്രി GR അനിലിന്റെ മറുപടി. വിലവർദ്ധനവ് കൊണ്ട് ഓണം ആഘോഷിക്കാൻ കഴിയുന്നില്ല എന്ന ഒരു പ്രതികരണം ഇത്തവണ കാണാൻ കഴിഞ്ഞോ എന്നും ന്യായീകരണം. ഈ സമ്മേളനത്തിലെ അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസ് എന്ത് സംഭവിച്ചു ഈ പ്രതിപക്ഷത്തിന് എന്ന് ഇവിടെ പല സുഹൃത്തുക്കളും സൂചിപ്പിച്ചതുപോലെ ഞാനും അത്ഭുതത്തോടെയാണ് കണ്ടത്. കുണ്ട്രയിലെ സപ്ലൈകോയുടെ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തത്, പരവൂരിലെ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവല്ലേ? നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ സാധനമില്ലായ്മയുടെയും വിലക്കയറ്റത്തിന്റെയും ക്വാളിറ്റിയുടെയും പരാതി പറയുന്നത് ജനങ്ങൾ പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞോ? കൃത്യമായ കണക്കുകൾ പറയാൻ മന്ത്രിക്കായില്ലെന്നും സഭ ബഹിഷ്കരിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ബഹുമാനപ്പെട്ട മന്ത്രി ഈ വിലക്കയറ്റത്തെ പറയുന്നു. സർ, വിലക്കയറ്റം കേരളത്തിലെ യാഥാർത്ഥ്യമാണ്. അത് മറച്ചുവെക്കുന്ന മന്ത്രിയുടെയും സർക്കാരിന്റെയും നടപടിയിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വോക്കൗട്ട് ചെയ്യും. വാക്കൗട്ട് സ്പീച്ചാണ്, വാക്കൗട്ടാണ്. കൊണ്ടും കൊടുത്തും നടന്ന അടിയന്തര പ്രമേയ ചർച്ചയിൽ മറുപടി തൃപ്തമല്ലാത്തതോടെ പ്രതിപക്ഷം സഭ വിട്ടു. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രതിപക്ഷം ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് തടയിടാൻ ഭരണപക്ഷത്തിനൊരു മാർഗമുണ്ട്. അത് മറ്റാരുമല്ല, രാഹുൽ മാങ്കൂട്ടം ആണ്. രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ പഞ്ച് ഡയലോഗ്. എന്താണ് ആ ഡയലോഗ് എന്ന് പറയുന്നില്ല. CPIM അംഗം V ജോയിയുടെ പരിഹാസം ആണ് അത്. സാർ, എന്നാൽ ഈ നാട്ടില് ചില മാൻകൂട്ടങ്ങളുണ്ട് സാർ. ആ നാട്ടിലെ മാൻകൂട്ടം അപകടകാരിയാണ്, ആപൽക്കാരികളാണ്. ഇത്തരം മാൻകൂട്ടങ്ങളെ കൊണ്ട് കേരളീയ ജനത പൊറുതിമുട്ടിയ സന്ദർഭം വന്നിട്ടുണ്ട് സാർ. സ്വന്തം അച്ഛൻ്റെക്കാൾ പ്രായമുള്ള ആളുകളെയും എടോ എന്ന് അഭിസംബോധന ചെയ്യുന്ന മാൻകൂട്ടവും ഈ നാട്ടിലുണ്ട് സാർ. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് സമയത്ത് വാഹനം ഒന്ന് തടഞ്ഞു എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായി എല്ലാവരും വഴങ്ങിക്കൊടുക്കുന്ന സമയത്ത് ആ ഉദ്യോഗസ്ഥനോട് നിന്റെ സർവീസിന്റെ പാരിതോഷികം ഞാൻ തരാം എന്ന് പറഞ്ഞതും ഒരു മാൻകൂട്ടമാണ് സാർ. അദ്ദേഹം വല്ലാണ്ട് വിഷമിച്ചു പോയി. ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ പണി കിട്ടി സാർ. അദ്ദേഹത്തിൻ്റെ കരച്ചില് നന്നായിട്ട് ഏറ്റു സാർ. സാർ, മാൻകൂട്ടം വലിയ മാനുകൾ വലിയ ചാട്ടമാണ്. ഒരു എന്നെക്കാൾ പൊക്കമുള്ള അല്ലെങ്കിൽ ഒരു 6-7 അടി പൊക്കമുള്ള തെങ്ങിൻ്റെ മുകളിൽ കൂടെയൊക്കെ മാൻകൂട്ടം ചാടാറുണ്ട് സാർ. ഇവിടെയും ചാടുകയാണ് സാർ. തിരുവനന്തപുരത്തുനിന്ന് എറണാകുളത്തേക്കും എറണാകുളത്തുനിന്ന് തൃശ്ശൂരിലേക്കും അവിടെ നിന്നുമൊക്കെ ചാടുകയാണ് സാർ. ചില ചാട്ടങ്ങൾ കൊണ്ട് ബാംഗ്ലൂർ വരെ എത്തി സാർ. ഇങ്ങനെ ചാടുന്നത് ശരിയല്ല എന്ന് കണ്ടു കാണും. മയക്കുവെടി വയ്ക്കാൻ തീരുമാനിച്ചു സാർ. മയക്കുവെടി വെച്ചു. മയക്കുവെടി ഏറ്റില്ല സാർ. മയക്കുവെടി ഏച്ചവരുടെ നേർക്ക് തന്നെ തിരിഞ്ഞു വന്നു സാർ. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച് പാലക്കാട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പാലക്കാട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാഹുലിനെ സന്ദർശിച്ചത്. സൗഹൃദത്തിന്റെ പേരിലായിരുന്നു കൂടിക്കാഴ്ചയെന്നാണ് നേതാക്കളുടെ വിശദീകരണം. ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു.
നിയമസഭയിലും കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം രാഹുലിനോട് അകലം പാലിച്ചു. എന്നാൽ രാഹുലിനെ പിന്തുണയ്ക്കാനാണ് പാലക്കാട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം. പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CV സതീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം രാഹുലിനെ സന്ദർശിച്ചു. രാഹുലിനെ പാലക്കാട്ടേക്ക് എത്തിക്കാനുള്ള വിവിധ പരിപാടികളുമായി ബന്ധപ്പെട്ടും MLAക്കെതിരായ പ്രതിഷേധങ്ങൾക്കെതിരെയുള്ള പ്രതിരോധവും സന്ദർശനത്തിൽ ചർച്ചയായതായാണ് സൂചന. എന്നാൽ മണ്ഡലത്തിലെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് MLAയെ കണ്ടതെന്നും രാഷ്ട്രീയ ചർച്ച നടന്നിട്ടില്ലെന്നുമാണ് നേതാക്കളുടെ വിശദീകരണം. മലമ്പുഴ വെള്ളം മലിനമാക്കപ്പെടും, വിഷാംശം കലർത്തപ്പെടും. അപ്പോൾ പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ജനങ്ങളാണ് ആ വെള്ളം ഏറ്റവും കൂടുതൽ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്നത്. അതിൽ അടിയന്തര പ്രാധാന്യത്തോടെ ഇടപെടണം. പറയുന്നു അതിന് അടിയന്തര പ്രാധാന്യത്തോടെ ഇടപെടണം എന്ന് പാലക്കാട് MLAയോട് ഇപ്പൊ ഞങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ സസ്പെൻഡ് ചെയ്ത് നിർത്തിക്കുന്ന ആളാണ്. അത് കാരണം പാലക്കാട് MLA എന്ന നിലയ്ക്ക് നിങ്ങൾ ഇതിൽ അടിയന്തര പ്രാധാന്യം നൽകി ഇടപെടണം. നിയമസഭാ സമ്മേളനം കഴിയുന്നതിന് മുമ്പ് ഇതിനൊരു പരിഹാരം കാണണമെന്ന് ഞങ്ങൾക്ക് പോയി അഭ്യർത്ഥിക്കേണ്ട ആവശ്യമാണ്. KPCCയുടെയും DCCയുടെയും തീരുമാനപ്രകാരമേ രാഹുലിന് പിന്തുണ പ്രഖ്യാപിക്കൂവെന്നും നേതാക്കൾ പറഞ്ഞു. കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റിന്റെ വാക്കും DCC പ്രസിഡന്റും KPCC പ്രസിഡന്റും പറയാണ് അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കണം എന്ന് പറഞ്ഞാൽ ഏത് BJPക്കാരനെ എതിർത്താലും ഞങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ കഴിയും. ഇല്ലെങ്കിലോ നിങ്ങൾ അല്ലാതെ ഒരു കോൺഗ്രസ് അനുഭാവികൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനൊപ്പം നിൽക്കുമോ? അത് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടാവും, നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് രേഖാമൂലം നമുക്ക് പാർട്ടി പറയാണ് നിങ്ങൾ സംരക്ഷണം ഒരുക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുക്കും തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ പാർട്ടി പ്രവർത്തകർ അല്ല, വൈകാരികമായിട്ട് എന്റെ പാർട്ടി നേതാക്കന്മാരോട് എല്ലാവരോടും. പിന്നെ ഞാനൊരു വ്യക്തിപരമായിട്ട് ഞാൻ പറയാം, രാഹുൽ എന്നുള്ളതല്ല, ഏതൊരു വ്യക്തിയെ തെരുവിൽ തടഞ്ഞാലും കോൺഗ്രസ് പ്രവർത്തകർ ആരാണെങ്കിലും അവരിടപെടും, സ്വാഭാവികമാണ്. കാരണം കോൺഗ്രസ് ജനങ്ങൾക്കൊപ്പമാണ്, സാധാരണ മനുഷ്യന്മാർക്കൊപ്പമാണ്. ഒരു മനുഷ്യനെ ആരെങ്കിലും തടയുന്നത് കണ്ടാൽ ചിലപ്പോൾ ഒരു CPMകാരനെ തടഞ്ഞാലും ശരി, ഒരു പക്ഷേ കോൺഗ്രസ് ഇടപെടും. എന്നാൽ നേതാക്കൾ രാഹുലിനെ സന്ദർശിച്ചതിൽ അതൃപ്തിയിലാണ് DCC. വിഷയം KPCCയെ അറിയിക്കും. രാഹുലിനെ അനുകൂലിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ വിജിൽ മോഹനെതിരെ വ്യാപകമായി പോസ്റ്ററുകളും ശ്രീകണ്ഠപുരത്ത് പ്രത്യക്ഷപ്പെട്ടു. ന്യൂസ് 18 പാലക്കാട്. കായിക ലോകത്ത് നിന്നുള്ളത് നിരാശയുടെ വാർത്ത.